ദേശീയ പൗരത്വ പട്ടികയുടെ അനിശ്ചിതത്വവും വിവാദമായ പൗരത്വ ഭേദഗതി നിയമവും പുകയുന്ന രാഷ്ട്രീയത്തിൽ അസം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന സംസ്ഥാനം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ BJPയുടെ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള കഠിന പോരാട്ടത്തിലാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിൽ NDA പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും മറ്റ് പ്രാദേശിക പാർട്ടികൾക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അതേസമയം ഹിന്ദുത്വ രാഷ്ട്രീയവും വികസന അജണ്ടയും ചേർത്തിണക്കി BJP അസമിനെ ശക്തമായ താവളമാക്കി പരിവർത്തനം ചെയ്തു കഴിഞ്ഞു. ഏപ്രിൽ 9 അസമിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് ഇന്ന് പരിശോധിക്കുകയാണ് അസമിൽ BJPയുടെ രാഷ്ട്രീയ പരീക്ഷണം വിജയിക്കുമോ എന്ന്. അസം രാഷ്ട്രീയത്തിൽ നിർണായകമായിരുന്നു 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്കും കോവിഡ് പ്രതിസന്ധികൾക്കും ഇടയിലായിരുന്നു സംസ്ഥാനം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പൗരത്വ നിയമത്തിന്റെ വലിയ പരീക്ഷണങ്ങൾ നടന്ന അസമിൽ അധികാരം നിലനിർത്തേണ്ടത് BJPയെ സംബന്ധിച്ചും നിർണായകമായിരുന്നു. ആ വിഷയം തന്നെയായിരുന്നു അവർ ഹിന്ദു വോട്ടർമാരിലേക്ക് സന്നിവേശിപ്പിച്ചതും. അത് വിജയം കണ്ടതിന്റെ പ്രതിഫലനമായിരുന്നു തിരഞ്ഞെടുപ്പ് വിധി. ഇതേ വിഷയം ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന് വഴി തുറക്കുമെന്നും അതുവഴി വോട്ടുകൾ പെട്ടിയിലാക്കാമെന്നും കരുതിയ കോൺഗ്രസിന് പിഴയ്ക്കുകയും ചെയ്തു. ആകെയുള്ള 126 സീറ്റുകളിൽ 75 സീറ്റുകൾ നേടിയാണ് NDA ഭരണം നിലനിർത്തിയത്. ഇതിൽ BJP ഒറ്റയ്ക്ക് മാത്രം 60 സീറ്റുകൾ നേടി. BJPയുടെ സഖ്യകക്ഷിയായ അസം ഗണ പരിഷത്ത് 9 സീറ്റുകളും UPPL 7 സീറ്റ് നേടി. 44.51% വോട്ടുകൾ നേടാനും NDA സഖ്യത്തിന് സാധിച്ചു. ഭരണം പിടിക്കാമെന്ന കണക്ക് കൂട്ടിയ AIUDF, ഇടതു പാർട്ടികൾ, BPF ഇവരെയൊക്കെ കൂട്ടുപിടിച്ച് മഹാജോത് സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിന് പക്ഷേ അടിതെറ്റി. 50 സീറ്റുകൾ മാത്രമാണ് സഖ്യത്തിന് ലഭിച്ചത്. കോൺഗ്രസ് 29 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. AIUDFുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ സഖ്യം പലയിടങ്ങളിലും തിരിച്ചടിയായി. 16 സീറ്റുകളിലാണ് IUDF വിജയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ സോനോവാളിന്റെയും മുതിർന്ന നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലാണ് BJP 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്ന ചോദ്യം. BJP സർക്കാരിന്റെ സൗമ്യമുഖമായിരുന്നു സോനോവാൾ. പക്ഷേ താഴെ തട്ടിൽ പാർട്ടിയെ വളർത്തുന്നതിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാന ശക്തിയാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചത് ഹിമന്ത ബിശ്വ ശർമ്മയായിരുന്നു. പിന്നീട് ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾക്കൊക്കെയും ഒടുവിൽ സോനോവാൾ മാറി നിൽക്കുകയും ഹിമന്ത ബിശ്വ ശർമ്മ അസമിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അസമിലെ BJPയുടെ രാഷ്ട്രീയ ശൈലി തന്നെയാണ് അതോടെ മാറിയത്. 2015 കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായി മാറി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ക്ഷേമ പദ്ധതികൾ വഴി സ്ത്രീ വോട്ടർമാരെ പാർട്ടിയോട് അടുപ്പിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റം, മദ്രസ വിദ്യാഭ്യാസം, ബാലവിവാഹം തുടങ്ങിയ വിഷയങ്ങളിലെ കർശനമായ നിലപാടുകളിലൂടെ തീവ്ര ഹിന്ദുത്വ പ്രതിച്ഛായയും നേടി. നിലവിൽ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BJP തങ്ങളുടെ ആധിപത്യം നിലനിർത്തിയിരുന്നു. BJP തങ്ങളുടെ മുൻകാല പ്രകടനം ആവർത്തിച്ചപ്പോൾ സഖ്യകക്ഷികളെല്ലാം സ്വാധീനം വർദ്ധിപ്പിച്ചു. ആകെ 14 സീറ്റുകളിൽ 9 BJP നേടി. സഖ്യകക്ഷികളായ AGP, UPPL എന്നിവ ഓരോ സീറ്റുകൾ വീതം നേടി. മൊത്തം 11 സീറ്റുകൾ NDA സഖ്യം സ്വന്തമാക്കി. 13 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 3 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയത്തിന് പിന്നിലെ വലിയ ഘടകം 2023 നടപ്പിലാക്കിയ മണ്ഡല പുനർനിർണയമാണെന്ന വിമർശനം ഉയർന്നു. മണ്ഡല പുനർനിർണയം വോട്ടിംഗ് ശതമാനത്തിലും രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നായിരുന്നു വിമർശനം. തദ്ദേശീയരായ വോട്ടർമാർക്ക് മുൻതൂക്കം ലഭിക്കുന്ന രീതിയിൽ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കപ്പെട്ടത് BJPയുടെ വോട്ട് ബാങ്കിനെ സുരക്ഷിതമാക്കി. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തദ്ദേശീയരായ അസമീസുകാരുടെ രാഷ്ട്രീയ നിലപാടുകൾ, മതപരമായ ധ്രുവീകരണം, വികസന രാഷ്ട്രീയം ഇവയൊക്കെയും ചർച്ചയായേക്കും. തദ്ദേശീയമായ അസമീസ് ജനവിഭാഗവും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിം കുടിയേറ്റക്കാരും തമ്മിലുള്ള വേർതിരിവ് രാഷ്ട്രീയത്തിൽ പ്രകടമാണ്. 2019 ഓഗസ്റ്റ് മാസം 31 പ്രസിദ്ധീകരിച്ച അസമിലെ അന്തിമ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ 3.11 കോടി പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പുറത്തായതാകട്ടെ 19 ലക്ഷം പേരും. ഇവർ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ്. പലരും ഗോൾപാറയിലെ തടങ്കൽ കേന്ദ്രങ്ങളിലെത്തിയിട്ടുണ്ട്. ഭരണ നേട്ടങ്ങൾക്കിടയിലും വിവാദങ്ങൾക്ക് കുറവൊന്നുമില്ല.
സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന 1000-ഓളം മദ്രസകൾ പൊതുവിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ഹിമന്ത സർക്കാരിന്റെ തീരുമാനം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ബാലവിവാഹത്തിനെതിരെയുള്ള നടപടികളും വലിയ വിവാദങ്ങളായതാണ്. 2016 BJP സംസ്ഥാനത്താദ്യമായി അധികാരത്തിലെത്തുന്നത്. അന്ന് സീറ്റ് നില 5-ൽ നിന്നും 60-ലേക്ക് ഉയർന്നപ്പോൾ കോൺഗ്രസിന്റെ സീറ്റുകൾ 78-ൽ നിന്നും 26-ലേക്ക് ചുരുങ്ങി. 2 തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ 19% വോട്ട് വർധനവ് സാധ്യമാക്കിയാണ് BJP സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ ശക്തിയായി മാറിയത്. 2001 മുതൽ 2021 വരെയുള്ള കാലത്ത് BJP 24% വോട്ട് വളർച്ച കൈവരിച്ചു. കോൺഗ്രസിന് 10% നഷ്ടമാണ് ഉണ്ടായത്. അസമിൽ പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാൻ പലതവണ ശ്രമം നടന്നിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു. 2023-ൽ ഭൂപ ബോറ PCC അധ്യക്ഷനായിരുന്ന സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യത്തിന് നീക്കം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് തകർന്നു. ഈ വർഷം ആദ്യം വീണ്ടും ചർച്ചകൾ നടന്നെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ പരാജയപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായൊരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടെങ്കിലും സ്വത്വ രാഷ്ട്രീയവും പൗരത്വ വിഷയങ്ങളും എങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ജനങ്ങളിൽ നിന്നും ദൃശ്യമായേക്കും. സംസ്ഥാനം കൈവരിച്ച വികസന നേട്ടങ്ങളും സമാധാന അന്തരീക്ഷവും പറഞ്ഞാകും BJPയുടെ വോട്ടുതേടൽ. കോൺഗ്രസ് തങ്ങളുടെ പഴയ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണെങ്കിലും ശക്തമായൊരു നേതൃത്വം അവർക്കില്ലാത്തത് തിരിച്ചടിയുമാണ്. ഇതോടുകൂടി ഇന്നത്തെ സ്പോൺസർ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.